എന്തോറ്റാടാ? അയ്യോ ആണല്ലേ. ശവം കത്തിച്ചിട്ട് ആരെങ്കിലും ഉദ്ഘാടനം ചെയ്യും, ആരെങ്കിലും കേട്ടാൽ എന്ത് വിചാരിക്കും? നമ്മൾ നാടിന് സമർപ്പിക്കുകയാണ്. ശവമൊക്കെ കിട്ടണ മുറക്ക് സംസ്കരിക്കും. അത് ശരിയാണ്, വിവരമുള്ള നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മന്ന് വാക്ക് കൊടുത്തല്ലേ അയാൾക്ക്. ആ വാക്ക് കൊടുത്തവരത് പാലിച്ചോ. ഇവിടെ കാര്യങ്ങൾ നടക്കട്ടെ. ലവ നീ ഒന്ന് കയറി കിടന്നു നോക്കിയാടാ, അതിൻ്റെ അളവൊന്ന് കറക്റ്റാണ്. ഓക്കെ. എന്തിനാ ആശുള്ള ശ്മശാനാണത്? എന്താടാ ഭാഗ്യം ഉണ്ടെങ്കിൽ ഉദ്ഘാടനം ആകുമ്പോഴത്തേനും ഒരു കോടി സെറ്റാവും. എവിടെ നിന്ന്? ബിജുവിന്റെ അച്ഛൻ വീട്ടിലായിട്ടില്ല ഇന്ന്. അതിന് അതിന് എന്റെ മനസ്സ് പറയണ്ട, ഉറപ്പായിട്ട് ഈ കേസ് നടക്കുന്നുള്ളത്. ഏടാ അതിനയാൾ മരിച്ചിട്ടില്ലല്ലോ. മൂക്കിലാ കോഴലൂർ കഴിഞ്ഞ കാര്യം കഴിഞ്ഞില്ലേ? നിങ്ങൾ വന്ന വണ്ടി എടുത്ത പ്രസിഡന്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരാം. ഇന്നലെ വരെ അച്ഛന് പറയാത്തക്ക ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കണ്ടീഷൻ വളരെ മോശമായി. അപ്പോഴേക്കും ഡോക്ടർമാരൊക്കെ വന്ന് പെട്ടെന്ന് തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. വലിയ പ്രതീക്ഷ ഒന്നും വേണ്ടെന്നാ പറയണേ. അല്ല, ബിജുവിന് മൂത്തൊരു ചേട്ടനുണ്ടായില്ലേ? അവര് ഡൽഹിയിലാ, നാളെ രാവിലേക്ക് എത്തും. രാവിലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വെന്റിലേറ്റർ മാറ്റുമല്ലേ? 29 ഡൽഹിയിൽ നിന്ന് വരും, വെന്റിലേറ്ററിൽ നിന്ന് വരും. അതിന് 30 നമ്മുടെ കാര്യം ഒക്കെ ഇല്ലേ? എന്താടാ ചോദിച്ചത്? ഇന്നലാണ്ട് മരണാനന്തര ജീവിതം സന്തോഷകരും ആനന്ദകരവുമാക്കി തീർക്കാൻ നിങ്ങൾക്കിതാ കുടുങ്ങാശ്ശേരി പഞ്ചായത്ത് ഒരു സുവർണാവസരം ഒരുക്കി തരും. കൂട്ട ഒന്ന് വലിച്ച് കെട്ടടാവ്. അവിടെ കെട്ടണത് കെട്ടിയിലത് പാറിപ്പോ. ഒന്ന് അനങ്ങി കേട്ടാ. ആ ഉത്സവമൊക്കെ ആണെന്ന് അറിയാല്ല. കഴിഞ്ഞ ഓണത്തെ പോലെ 10 ദിവസം ഉത്സവമാണ്. നാളെ ഗാനമേള തുടങ്ങിയാണ്. സുനിലിന്റെ അല്ലേ? അതെ അതെ. കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം കേട്ടോ. പിരിവൊക്കെ വളരെ മോശം. അതെ ചേട്ടാ, വിറക, പൊതിമടല, കർപ്പൂരോ, സാമ്പ്രാണിയ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിവിടെ സ്റ്റോക്ക് ചെയ്തേക്കണം. ഇവിടെ ഒരു കുറവും ഉണ്ടാകരുത്. മുഴുവൻ ചുമതലയും വിജയേട്ടനെയാണ് ഏൽപ്പിച്ചേണ. അടിച്ചിട്ട് ഇന്ത്യയുടെ റോട്ടിൽ കിടന്നേക്കരുത്. എപ്പോഴും വീഡിയോ തന്നെ അറിയാൻ പറ്റില്ല. ഞാൻ കുറെ വിളിച്ചിരുന്നു. ഓഫീസറെ നല്ല ഓട്ടത്തിലായിപ്പോ, ഞാൻ ഫോൺ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. എനിക്ക് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആണ്. അയ്യോ, അപ്പൊ എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. പെട്ടെന്നായിരുന്നു. എനിക്ക് ഓർഡർ അപ്പോഴാണ് പെട്ടെന്ന് കിട്ടിയത്. 2 ദിവസത്തിൽ ജോയിൻ ചെയ്താൽ മതി. പക്ഷേ നാളത്തെ ഒരു ദിവസം ടിക്കറ്റേ ഉള്ളൂ ട്രെയിനിന്. അപ്പം ഞാനതങ്ങോട്ട് ബുക്ക് ചെയ്തു. അല്ല ഓഫീസർ, എന്തെങ്കിലും ഒരു സൂചന ഉണ്ടെങ്കിൽ നമുക്ക് ഇടപെടാറില്ല. അതിന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓർഡർ വന്നപ്പോഴല്ലേ ഞാൻ അറിയണേ. ആ ജയ്സ, അച്ഛനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് ആക്കിയിട്ടുണ്ട്. അല്ല അതെങ്ങനെയാണ് ബിജു? ഞാൻ വരുമ്പോൾ വെന്റിലേറ്ററിലായിരുന്നല്ല. അതെ ആയിരുന്നു. ഡൽഹിയിൽ നിന്ന് ചേട്ടൻ വന്നിട്ട് അച്ഛാന്ന് ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അച്ഛൻ്റെ കണ്ണു തുറന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ആണോ? സർവ്വ പ്രതീക്ഷ പോലൊക്കെ ഇപ്പൊ നാളത്തേക്ക് ഇപ്പൊ എന്ത് ചെയ്യുന്നമ്മ? എടാ, നമ്മൾ പഞ്ചായത്തിൽ യോഗം ചേർന്ന് പാസ്സാക്കി കൊടുത്ത ജീവനൊന്നുമല്ലല്ലോ ആളുകളുടെ. നമ്മുടെ ആവശ്യത്തിന് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ചു തരാൻ വെറുതെ വേണ്ടാത്ത വാക്കും കൊടുത്തിട്ട്. ബോഡിയുടെ കാര്യല്ലേ? എന്തേ നിന്റെ അടുത്ത് ഉണ്ടോ ഒരെണ്ണം തരാൻ? ഇടപെടാൻ നടക്കുന്നത്. മോനുമോനോടൊന്നും വന്നില്ലേ? അവരാരും കണ്ടില്ലല്ലേ? ഞങ്ങളെല്ലാവരും രാവിലെ തന്നെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് പോയി. അനുമോനെ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടല്ലോ, അവിടെ മരിപ്പറിയിക്കാൻ ആൾ വന്നിരിക്കുക. ആശുപത്രിയിലെ ചിലവ് 10-30 മുടക്കിയ ഞാനല്ലേ? നിങ്ങളാരും അതിലേക്ക് 5 പൈസ തരില്ലെന്ന് എനിക്കറിയാം. നാളത്തെ ചിലവ് ഞാൻ തന്നെ നടത്തണ്ടേ? പൈസ തരുമെങ്കിൽ ബോഡി കൊടുത്തേരും. അതിപ്പോൾ എവിടെ കിടന്ന് കത്തിയാലെന്താ? അല്ല ചേട്ടാ, നമ്മ മരുമക്കളല്ലേ, ബോഡി വിറ്റെന്നോ നാണക്കാരല്ലേ, ഇനി ജീവിച്ചെന്നത് കാര്യമുണ്ടോ? ചേട്ടാ കാര്യം 15,000 കൂട്ടി പറ. കാണാൻ വർത്താനം പറയാം. ഞാൻ തീരുമാനം അങ്ങോട്ട് പറയാം. മുതലേ നമ്മൾ തന്നു 10 വെച്ചിട്ട് അങ്ങോട്ട് എടുക്കും. എന്ത് പറയുന്നു? മതി മതി. 10 വെച്ച് നമുക്ക് ചെലവില്ലടോ. പിന്നെ മണീനായിട്ടുള്ളൊരു പരിചയത്തിന്റെ പുറത്താണ് ഞാൻ ധൈര്യമായിട്ടുണ്ട് വന്നത്. പിന്നെ നമ്മള് പറഞ്ഞു കൊടുത്തന്നെ നിൽക്കാതെ ഒരിടപാട് നടത്തണല്ലേ. എന്തെങ്കിലുമൊക്കെ ഒന്ന് അടുപ്പിച്ച് പറഞ്ഞ നമുക്ക് കാര്യങ്ങൾ നടക്കും. എന്താ? അതെ, നമ്മുടെ പഞ്ചായത്തിലെ പൊതുശിംശാരത്തിലേ അമ്മ അടക്കം ചെയ്യണമെന്ന് അമ്മ ഒരു ആഗ്രഹം പറഞ്ഞു. അത്രേ പാവമ്മ, അവസാനത്തെ ഒരു ആഗ്രഹമല്ലേ, നമുക്ക് സാധിച്ചു കൊടുക്കാം. അകത്ത് മരിച്ചു കിടക്കുന്നതേ ഞങ്ങളുടെ അമ്മയാ. അമ്മയ്ക്ക് വില പറയാൻ നിങ്ങളാരും വളർന്നിട്ടില്ല. ഇതെന്റെ അമ്മയുടെ മണ്ണോ. ഇവിടെ അടക്കം ഞാൻ എൻ്റെ അമ്മ. എന്താ പറഞ്ഞത്? ആ നാട്ടിൽ കൊണ്ട് നടക്കാൻ എൻ്റെ അമ്മ നിങ്ങളോട് പറഞ്ഞെന്നോ? ഞാൻ നശിച്ച നാട്ടിൽ എന്നെ കെട്ടിച്ചോണ്ട് പോയ അന്ന് മുതൽ മനസ്സ് വിഷമിച്ച് എൻ്റെ അമ്മ അസുഖക്കാരിയായത്. എന്നിട്ട് നിങ്ങളോട് അമ്മ പറഞ്ഞെന്ന് എപ്പോഴാ പറഞ്ഞേ? എപ്പോഴാ അമ്മ പറഞ്ഞെന്ന്? നോണം ഉണ്ടോ നിങ്ങൾക്ക്? നിൽക്കുന്ന ശവത്തിന് വില പറയാൻ വേണ്ടിട്ട്. അവള് ആരോടും പറയാണ്ടിരുന്നാ മതിയായിരുന്നു. പുറത്തെങ്ങാനും അറിഞ്ഞാൽ നാറും. അതിനെ അമ്മമാരെ അമ്മായിമ്മന് വെക്കാൻ പറ്റിക്കണ നമ്മളറിഞ്ഞ
ഒരു നല്ലാരും നടക്കണേ നടക്കട്ടെ എന്നിരുന്നില്ലേ? അല്ലേലും അതങ്ങനെ തന്നെടാ. നല്ലൊരു കാര്യത്തിന് പോകാൻ ഏതെങ്കിലും മരിപ്പ് വന്നിട്ട് അതിന് പോകാൻ പറ്റില്ല. ഇപ്പതേ ഒരു മരിപ്പ് അന്വേഷിച്ചിട്ട് കിട്ടാനുമില്ല. അതെ, എറണാകുളം ജില്ലാ ആശുപത്രിയുടെ മോർച്ചറിയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അയാള് മരിച്ചാ? അതല്ലടോ, അയാളോട് ചോദിച്ചാൽ ചിലപ്പോൾ ശവം കിട്ടും. ആ ഓക്കെ, അപ്പൊ കളക്ടറായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാര്യം നടക്കും. ആണോ? ആ എന്താ പറ. അയ്യോ എന്തു പറ്റി? ഓക്കെ എനിക്ക് ആരുമില്ല. എവിടെയാണ്? എടാ, അവള് നമ്മളെ തന്നെ വിളിച്ചത് നമ്മളെ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഈ ഒരവസ്ഥ നേരിട്ട് വന്നു കണ്ടിട്ട് എങ്ങനെയാ ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോണത്? നീ പോലീസിനെ വിളിച്ച് കാര്യം പറഞ്ഞ് നാറട്ടെ. നമുക്കെന്താണ്? കിട്ടിയ അവസരമൊക്കെ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളൂ. ആ എത്ത് കിടക്കണുണ്ടല്ലോ നമ്മളെ ബസ്സുകാലി പൊളിച്ചവനാണ്. ജയ്സ, അതൊക്കെ ശരിയാണ്. ഈ സാഹചര്യം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉണ്ടല്ല, കേസ് ഏത് വഴിക്കൊക്കെ പോകുന്നു പറയാൻ പറ്റൂല. അതെ, നമുക്ക് ശ്മശാന സമർപ്പണവും വല്ലഭന്റെ അടക്കം കൂടി ഒരുമിച്ച് അങ്ങോട്ട് നടത്താം. അതൊക്കെ ശരിയാണ്. അപ്പോഴും ഇതെന്ത് ചെയ്യും? അതെ, മെയിൻ സ്വിച്ച് അകത്താണോ പുറത്താണോ? ഒരു സഹായം നമ്മളിപ്പോൾ അവർക്ക് ചെയ്തു കൊടുത്തില്ലെങ്കിൽ സാറേ, ഉറപ്പായിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് അവർ ആത്മഹത്യ ചെയ്തിരിക്കും. എന്നോട് അവർ ആണായിട്ട് പറഞ്ഞതാണ്. ഒരു കുഴപ്പമുണ്ടാവില്ല സാറേ. എന്റെ പൊന്നുമൊക്കെ നിങ്ങൾ എന്തൊക്കെ വള്ളിക്കെട്ട് കേസ് തല്ലെടുത്തോണ്ട് വരണേ? ഒരു പ്രശ്നമില്ലാന്ന്. ഇവരുടെ റിലേഷൻ ഇപ്പം ആരും അറിയാതിരുന്ന 2 കുടുംബങ്ങളുടെ മാനം രക്ഷപ്പെട്ട് കിട്ടും. നമ്മളെ കൊണ്ടായ ചെറിയൊരു സഹായം ഡോക്ടറെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സഹായിക്കും സാറേ. സാറ് കൂടെ നിന്നത് സെറ്റാണ്. പൾസുണ്ട്, പൾസുണ്ട്.